ഒരു മാൻകുട്ടിയെ കണ്ടു, ഒരു പാമ്പിനെയും കണ്ടു, ഒരു മുള്ളം പന്നിയെ കണ്ടു, ഒരു സിംഹത്തെയും കണ്ടു. ആ 4 ജീവികളും ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 4 ജീവിയുടെയും അടുത്ത് പോകുമ്പോൾ 4 രീതിയിലായിരിക്കും നമ്മൾ പെരുമാറുക. ഒരുപക്ഷെ മാൻകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയുടെ തലയിൽ നമ്മൾ തലോടി കൊടുക്കും. പാമ്പിനെ നമ്മൾ അടുത്ത് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അത് എപ്പോഴും നമ്മളത് സൂക്ഷിച്ചിരിക്കും. മുള്ളം പന്നിയുടെ അടുത്ത് പോകുമ്പോഴും മുള്ളു തറിക്കുമെന്ന് നമുക്ക് പേടിക്കും. സിംഹത്തിൻ്റെ അടുത്ത് പോയാൽ നമ്മളൊന്നും ചെയ്യണ്ട, സിംഹം ചെയ്യേണ്ടതൊക്കെ സിംഹം ചെയ്തോളും. മൃഗങ്ങളെ നമുക്കറിയാം, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണെന്ന്. പക്ഷേ നമ്മളെ ചുറ്റിലുമുള്ള മനുഷ്യരെ നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ല. മനുഷ്യൻ്റെ സ്വഭാവം രൂപങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള സ്വഭാവം ഓരോ തരത്തിലാണ്. ഓരോ മനുഷ്യരിലുള്ളത് ഓരോ മൃഗങ്ങളുടെ സ്വഭാവമായിരിക്കും. അവൻ്റെ വികാരങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കി പുറത്തേക്ക് മറ്റൊരു പോളിഷ്ഡ് ആയിട്ടുള്ള മുഖം കാണിക്കുവാനുള്ളൊരു കഴിവ് മനുഷ്യനുള്ളത് കൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗം ഏതാണ് എന്ന്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം ഏതാണ് എന്ന് അവനോട് വളരെ അടുത്താൽ മാത്രമേ പലപ്പോഴും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഏതൊരു മനുഷ്യനോട് ഇടപഴകുമ്പോഴും എല്ലാവരെയും ഒരേപോലെ കാണുകയല്ല. നമ്മളൊരു ആശയങ്ങൾ പറയുമ്പോൾ അതിനെ പുച്ഛിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ നിന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ ഉള്ളിൽ നിന്നോട് ദേഷ്യം വെച്ച് പക പുറത്ത് കാണിക്കാതെ വളരെ സ്നേഹത്തോടെ നിന്നോട് ബട്ടർ അടിച്ചു തരുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ നിന്നോട് ഉള്ളിൽ വളരെ സ്നേഹമായി പുറത്തെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയാത്ത ആളുകളുണ്ടാവും. പലപ്പോഴും ആളുകളെ എത്രമാത്രം നമ്മൾ മനസ്സിലാക്കി, അതായത് പാത്രമറിഞ്ഞ് മാത്രം ദാനം ചെയ്യുമ്പോഴാണ് നമ്മളും സങ്കടപ്പെടാതെ ഇരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ വലിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് ഒരുപക്ഷെ അവരെ വലിയ കാര്യമായിരിക്കും. പക്ഷെ നമ്മളെന്ന് പറയുന്നത് അവരുടെയൊന്നും മനസ്സിലെവിടെയും ഉണ്ടാവില്ല. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്, പല വൺ വേ പ്രണയങ്ങളും അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ 100-1 കൺസിഡറേഷൻ അവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന പലരോടും നമ്മളൊരു കൺസിഡറേഷനും അങ്ങോട്ടും കാണിക്കുന്നുണ്ടാവില്ല. പരസ്പരം വേദനിക്കപ്പെടാതിരിക്കാൻ എപ്പോഴും മനുഷ്യരെ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. 1 അവൻ്റെ ശരീരം, 2 അവൻ്റെ മനസ്സ്. ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ആകെ കിട്ടിയ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമുക്ക് കിട്ടിയ ആരോഗ്യമാണ്. ആ ആരോഗ്യം നിലനിർത്താൻ നല്ല ഭക്ഷണം കഴിക്കുക. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡല്ല, ശരീരത്തിന് ആവശ്യമായ പോഷകമൂല്യങ്ങളുള്ള, അത് വെജായാലും നോൺ വെജായാലും നിങ്ങളുടെ ശരീരം നിലനിന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ബേക്കറി ഐറ്റംസ്, മൈദ, പഞ്ചസാര, ഉപ്പ് തുടങ്ങിയവ, വെളിച്ചെണ്ണ തുടങ്ങിയവയൊക്കെ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമൊക്കെ മാക്സിമം ഒഴിവാക്കുക. കളേർഡ് ഐറ്റംസ്, ചോക്ലേറ്റുകൾ, ഷുഗർ ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നാരുകളുള്ള, പ്രോട്ടീനുകളുള്ള, മാംസ്യമുള്ള അങ്ങനെയുള്ള നല്ല നല്ല ഫുഡുകൾ, പൈസയല്ല പറയുന്നത്, നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു വരദാനാണ്. അതേപോലെ തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് എന്ത് കൊടുക്കുന്നു, അത് നമ്മൾ എന്തിലൂടെയൊക്കെ കൊടുക്കാം. 1 കണ്ണിലൂടെ കൊടുക്കാം, ചെവിയിലൂടെ കൊടുക്കാം. ആ കണ്ണിലൂടെയും ചെവിയിലൂടെയും കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതാവുമ്പോഴാണ് മനസ്സും നല്ല ഫ്രഷായിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര കുറ്റങ്ങളും അസൂയകളും കുശുമ്പുകളും മറ്റുള്ളവൻ്റെ കുറവുകളും മറ്റുള്ളവരുടെ ജീവിതങ്ങളും അവരെ പറ്റിയുള്ള മോശങ്ങളും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നല്ലതായി മാറുമെന്ന്? അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്രഷായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുക. നമ്മുടെ മനസ്സ് ഫ്രഷായി മാറും. നമ്മൾ ഫ്രഷായി നിൽക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റുകൾ ഉണ്ടായിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. സമാധാനത്തോടെ പോകാനുള്ള ഒരു കാര്യം വേണ്ടത്. നമ്മുടെ ദാരിദ്ര്യം, വിശപ്പ്, രോഗം, ഈ 3 നമുക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു ജോലി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രോഗത്തിന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള അസുഖങ്ങൾക്കായാലുമൊക്കെ ആ ഒരു രീതിയിലുള്ള ചികിത്സ തേടണം. പക്ഷെ മനസ്സിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുന്നതാണ്. ആ ചിന്തകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ശീലങ്ങളങ്ങ് മാറ്റുക. ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതായത് അത് തേച്ച് മിനുക്കി വെക്കുക എന്നല്ല, വൃത്തിയിൽ സൂക്ഷിക്കുക. അകത്തും പുറത്തും
ഭക്ഷണം കൊണ്ടും അത് വെള്ളം കൊണ്ടും വൃത്തിയാക്കാൻ ശ്രമിക്കുക. വൃത്തിയായി സൂക്ഷിക്കുക. ഭംഗിയായി എന്ന് പറയുന്നവർക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷേ വൃത്തിയായി സൂക്ഷിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കുക. വ്യായാമം ചെയ്യുക. ആക്റ്റീവായിരിക്കുക. മനസ്സിനാണ് അതിലും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് നല്ല ചിന്തകൾ മനസ്സിൽ ശീലിക്കാൻ ശ്രമിക്കുക. മത്സരം എന്ന് പറയുന്നത് അവനവനോട് തന്നെയായിരിക്കുക. കഴിഞ്ഞ എന്നേക്കാൾ നല്ല ഞാനായി ഇത്തവണ മാറാൻ ഞാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.